ഞാനിപ്പോൾ നിൽക്കുന്നത് നോക്കൂ, എൻ്റെ പിറകിലുള്ള മലനിരകൾ കണ്ടോ, അൽ ഹജാർ മലനിരകളാണിത്. ഇപ്പോൾ രാവിലെ സമയം 6:45. ഞാൻ എന്തിന് ഇവിടെ എത്തി, എങ്ങനെ ഞാനിവിടെ എത്തപ്പെട്ടു ഈ സമയത്ത്? ഹായ്, നമസ്കാരം. എല്ലാവർക്കും പ്രേംജി വ്ളോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രേംജി ദ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റുകൾ അറിയിക്കണം. എൻ്റെ ഇതിന് മുന്നത്തുള്ള എപ്പിസോഡുകളെല്ലാം കാണുവാൻ ശ്രമിക്കുക. ഒമാനിലെ മനോഹരമായ സ്ഥലങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ഒമാനിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, ഒമാനിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും കൂടെ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും ഇഷ്ടവും എല്ലാം തുടർന്ന് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ വളരെ അഡ്വഞ്ചറസ് ആയിട്ടൊരു ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ഏറെ നാളായിട്ട് ഞാൻ കാത്തിരുന്ന, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ബൈക്ക് യാത്ര. ബൈക്കിലൂടെ ഒമാൻ്റെ നഗരവീഥികളിലൂടെ മലനിരകൾക്കിടയിലൂടെ ഒരു യാത്ര. ഇന്ന് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് യാത്ര തുടങ്ങിയതാണ്. 5 മണിക്ക് നമ്മളെല്ലാവരും ഗോബ്രയിൽ ഗ്യാദർ ചെയ്തു. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ കാഴ്ചകൾ കണ്ട് നമുക്ക് പോകാം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അമറാത്ത് ഹൈറ്റ്സിലാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അമറാത്ത് ടൗണിൻ്റെ ഏകദേശം നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ദൂരെ ആ കാണുന്നതാണ് അൽ ഹജാർ മൗണ്ടൻസ്. ആ കാണുന്നത് ഈ ഒരു സ്ട്രെച്ച് ഇങ്ങനെ കാണുന്നത്. നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് ആ മൗണ്ടൻ്റെ അപ്പുറത്തെ സൈഡിലേക്കാണ്. ഞാൻ ആദ്യം ട്രാവൽ ചെയ്തത് ട്രയംഫിലാണ്. ഇതിനൊരു ബാക്ക് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് ടെൻഷനായി. കാരണം ഇദ്ദേഹം ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഞാൻ ബാക്കിലേക്ക് ക്യാമറ പിടിച്ചിട്ട് എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് പിന്നെ ഞാൻ ഹാർലി ഡേവിഡ്സണിലേക്ക് മാറിയത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് അൽ ഹജാർ മൗണ്ടൻസിൻ്റെ മലനിരകളുടെ നടുക്കിൽ തന്നെയാണ്. ഇവിടെ ഒരു ടീ ബ്രേക്കിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. എൻ്റെ ഏറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ബൈക്ക് യാത്ര. ലൈസൻസ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല. ഒരു പക്ഷേ ഈ യാത്ര അതിന് ഒന്ന് സ്പീഡ് കൂട്ടാനുള്ള ഒരു കാരണമായിരിക്കാം ഒരു ബൈക്ക് ലൈസൻസ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ടീം മെമ്പേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. നല്ല അടിപൊളി കിടിലൻ ബൈക്കുകളാണ് എല്ലാവരുടെ കയ്യിൽ. അപ്പോൾ ഹിമാലയൻ റൈഡേഴ്സ് എന്നാണ് ഈ ഗ്രൂപ്പിൻ്റെ പേര്. നമുക്ക് അവരെ ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം. അവരുടെ ബൈക്കുകളെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. അജയ്, ഓക്കെ. വേർ ആർ യു ഫ്രം? I'm a Rajasthani. I've been in Oman for last 15 years. And I'm a business consultant. You know, the biking is a new passion. About 1 year ago, I picked up this bike and started doing it myself. And biking helps you to inhibit, to shed away all your inhibitions, all your fears. And you become more confident, you become more sure about, what you need to do. Your decision making skills become better. Your meditation, you are always in a trance after a while, and your focus becomes better. So biking has all the good things, and it also teaches discipline. Triumph was always my first love, and it was a bike which was used by British Army, in the World War. Okay. And the model I have exactly the same one, which is Bonville. Hi, what's your name? My name is Sanjeev Sharma, and I'm a convener of Himachal Wing in Oman, residing around 21 years in Oman. And I'm a young biker from last maybe 1.5 years. I started riding in Oman. So biking is becoming a more and more passion with the each day we are moving.
I feel that I have gone back to my childhood days with the friends, get up in the morning and do the favorite thing. I'm having Harley Softail, which is wonderful bike and to my height, and it is 1400cc bike, wonderful bike. I like the look of this very much and I'm thoroughly enjoying the bike here. My name is Umesh Chauhan. And from? I'm from Shimla, Himachal Pradesh. Himalayan Riders is our a group where we enjoy our ride every Friday morning. As my two friends said, that it's give us opportunity to wake up early morning. So that's really make us, keep us fresh whole day, and also keep us sports in nature. We feel very young, and it's a good exercise for us also. So it keeps our body intact. Have a Harley Davidson standard Sportster standard. It's a 1200cc bike. Himalayan Riders അടുത്ത മെമ്പറാണ് മിസ്റ്റർ Manoj Sharma. മനോജ് ശർമ്മ. Okay, where are you from? I'm from Himachal Pradesh in India. I've been here close to about 17 years now. I'm running my own company. It's a packing and moving company called The Movers. Bike has been my childhood passion. During my college days, I've been biking a lot. And once I came to Oman, I got disconnected. Then last year, my wife, my kids, they came to know about my passion. And they decided to gift me this bike on my birthday. And so since then, I've been on this bike now. How do you feel when you go alone? It's a completely different experience. You are on your own. You've got music inside your helmet. You've got the roar of the pipes, the sound of the pipes as they call, and you've got the road. You define yourself. So you're on your own, and it's a completely different experience. It's like someone said that it's more of a meditation. Tell me about your bike. It's an Indian Scout 2015 model. It's supposed to be one of the oldest motorbikes as a company, Indian brand. And it's been a beautiful bike. It's a cruiser bike, very, very comfortable, very enjoyable. I'm proud of this bike. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ലോകത്തിൻ്റെ ഏത് കോർണറിൽ പോയാലും നമുക്കൊരു മലയാളിയെ കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ചന്ദ്രയിൽ പോയാലും നമുക്ക് കിട്ടും ഒരു മലയാളിയെ. അങ്ങനെ ഈ ഹിമാലയൻ റൈഡേഴ്സിൻ്റെ കൂടെയും ഒരു മലയാളിയുണ്ട്, മിസ്റ്റർ നായർ. Good morning, Srikumar Nair. ശ്രീകുമാർ നായർ. From God's own country, Trivandrum, but born and settled in Bhopal. എന്താണ് റൈഡിൽ നിന്നും കിട്ടിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്? See, റൈഡിൽ കൂടെ കിട്ടിയത് ഫസ്റ്റ് ഓഫ് ഓൾ ഡിസിപ്ലിൻ, പിന്നെ ടൈം മാനേജ്മെൻറ്റ്, then diversity. We are meeting a different kind of peoples, different cultures. അത് വലിയൊരു കാര്യം തന്നെയാണ്. When we will came to know many things while discussing the habits, the kind of things we get it from the peoples, the confidence level, all these things matters. സഞ്ജീവ് ജിയുടെ മകനാണ്. ഹായ്, വാട്ട്സ് യുവർ നെയിം? Hi, my name is Shubham. യു ഡ്രൈവ്? No, I don't drive. Maybe one day I'll take a license and I'll start riding with him. സോ എല്ലാവർക്കും പ്രേംജി വ്ളോഗറിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഹിമാലയൻ റൈഡേഴ്സിൻ്റെ വക ഒരു Happy Dishara to all. Dishare ki sabko hardik shubhkamnaएं. ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു ആസ്വാദികരമായിട്ടുള്ള ഒരു ടീ ടൈമാണ്. എന്തായാലും ഈ മലനിരകളുടെ ഇടയിൽ ഇങ്ങനെ വന്നിട്ട് ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സുഖകരമായ കാര്യമാണ്. വളരെ മനോഹരമായിട്ടുള്ള റൈഡായിരുന്നു. അൽഹജാർ മലനിരകളുടെ ഇടയിലൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. ഭയങ്കര ടഫായിട്ടുള്ള റോഡായിരുന്നു. എൻ്റെ നടു പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഷോക്ക് അബ്സോർബർ ഒന്ന് മാറണമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നല്ലൊരു മസാജ് എനിക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ എൻ്റെ നടുവിന് വേണ്ടിയിട്ട്. ആ ഓഫ് റോഡിൽ കൂടെയുള്ള യാത്ര അത്ര രസമായില്ല. എന്തായാലും ബൈക്ക് റൈഡിങ് ഈ ഒമാൻ്റെ ഈ ടെറേനിൽ കൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ടീ ബ്രേക്കിന് ശേഷം നമ്മളിനി കുറം ബീച്ചിലേക്ക് യാത്ര ചെയ്യാണ്. ഇനി ഹംറിയ വഴിക്കാണ് പോകുന്നത്.
അപ്പോൾ ഇന്നത്തെ യാത്ര വളരെ രസകരമായിരുന്നു. ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഹിമാലയൻ റൈഡേഴ്സിൻ്റെ എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ എല്ലാം ഒരു താങ്ക്സ് പറയാം. ഹായ്. Hi, all viewers. I hope we've been able to show you through Oman. Thank you. Hi, Premji. Thank you very much. We enjoyed the terrains, the mountains, jabbals, and wadis during this trip. आज की यात्रा अद्भुत थी. हम धन्यवाद देना चाहते हैं प्रेम जी को हमारे साथ जुड़ने के लिए. धन्यवाद. We would like to welcome all new members who would like to join us on our adventures every week, every Friday. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇന്ന് വിജയദശമിയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ നല്ലൊരു ഒമാൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് ചെയ്തു. ഒരു ചെറിയ ക്ലിപ്സ് ഒമാനെ പറ്റി പറഞ്ഞു കാണിച്ചു കഴിഞ്ഞു. എല്ലാവരും ഇങ്ങോട്ട് വരിക, വിസിറ്റ് ചെയ്യുക, പ്രേംജിയെ സപ്പോർട്ട് ചെയ്യുക, പ്രേംജിയുടെ ബ്ലോഗിനെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ് ഗെറ്റ് മോർ ആൻഡ് മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് അബൌട്ട് ഒമാൻ. താങ്ക് യു വെരി മച്ച്. Well, from everyone here in Oman, I would like to tell you that you should please subscribe, like and share this Premji vlog, and so that you get notification from time to time. Thank you so much and all the Visit best. Oman, explore Oman, love Oman. Thank you. Once more, Vijayadashmi. Love Oman.